എല്ലാ ആപ്പിലെ ഈ ചാറ്റ് GPT-ലും ഇപ്പം ആഡ് വരാൻ പോവാണെന്ന് കേൾക്കുന്നുണ്ട്. സത്യമാണ്. എന്താ സംഭവം? അത് ഒരു പ്രശ്നമാവല്ലോ. എങ്ങനെ പ്രശ്നമാവാൻ? നമ്മളെ ഓൾറെഡി നമ്മളെല്ലാ പ്രൈവറ്റ് കാര്യങ്ങൾ നമ്മള് ഷെയർ ചെയ്യണല്ലേ. ഹിബക്ക് നല്ല പേടിയുണ്ട്. ഹിബ ചാറ്റ് ജിപിടിന്റെ കുട്ടിയാണ് ഇവ. ആഡ് വന്നാലൊക്കെ നമ്മള് കണക്ട് ചെയ്തിട്ടുള്ള ഇങ്ങനെ പേടിക്കാൻ മാത്രം ഹിബ ചാറ്റ് ജിപിടിയോട് എന്താ സംസാരിക്കാറുള്ളത്? സംഭവം ആഡ് വരുന്നുണ്ട്. അതായത് അത് ഒഫീഷ്യലി ചാറ്റ് ജിപിടി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ചാറ്റ് ജിപിടിയിൽ ആഡ് വരും. പക്ഷെ ഇത് നമ്മളെ പ്രൈവസി ബാധിക്കൊന്നുമില്ല. അത് വേറെ തന്നെ ഒരു ലേബൽ അടിയില്ല. എന്തോ കാര്യമായിട്ട് ചാറ്റ് ജിപിടി ചെയ്യുന്നുണ്ടോ ഇവ എന്തൊക്കെ കാട്ടി കൊടുത്ത് ബാധിച്ചോലെ. അതന്നെ. അപ്പോൾ ലൈക്ക് ഇത് വേറെ തന്നെ ലേബലിലാണ് ന്യൂസ് ഐ മീൻ ആഡ്സ് വരിക. നമ്മളെ പ്രൈവസി അതുപോലെ തന്നെ നമ്മളെ ചാറ്റ് കാര്യങ്ങളൊന്നും ബാധിക്കില്ല എന്നാണ്. അതായത് ഇപ്പോൾ ഉദ്ദേശിച്ചത് ആഡുകൾ കൂടുതലും നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പൊതുവെ നമുക്ക് ആഡുകൾ വരാറുള്ളത്. സ്വാഭാവികമായിട്ടും ചാറ്റ് ജിപിടിയിലും ആളുകൾക്ക് സംശയം ഉണ്ടാവും. ചാറ്റ് ജിപിടി പൊതുവെ ആളുകൾ കൂടുതൽ പ്രൈവറ്റ് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ്, പേഴ്സണൽ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മളെ പ്രൈവസിക്ക് ഒരു പ്രശ്നം വരും, ഡാറ്റാസിനൊക്കെ പ്രശ്നം വരും എന്നുള്ള രൂപത്തിലാണ് ഈ ടെൻഷൻ വരുന്നത്. പക്ഷെ ഓപ്പണായി പറഞ്ഞത് വെച്ചിട്ട് അത് വേറെ തന്നെ ലേബലിലാണ് ആഡുകൾ വരിക. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഒരു സംശയം ബാക്കിയാണ് അല്ലേ, പ്രൈവസിനെ ബാധിക്കുമോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതുവരെ ചാറ്റ് ജിപിടിയുമായിട്ട് സംസാരിച്ച രൂപത്തിലും രീതിയിലും ആകില്ല ഇനി മുതൽ ഹിബയെ പോലുള്ളവർ സംസാരിക്കും. സോ ഇതേപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസിനും കെൻമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനും ബയോയിൽ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യും. ചെറിയൊരു